കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള ഒന്നാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിർവഹിച്ചു. സർക്കാർ തന്നെ സംവിധാനം കൃത്യമായി ഒരുക്കുമ്പോൾ ആ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ മറ്റൊരു സംവിധാനം കൂടി വന്നാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അത് പലപ്പോഴും താൽക്കാലിക സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നു. ഈ സംവിധാനം അതാത് കാലഘട്ടങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ നടന്നു പോകും. അവിടെ ഒരു സർക്കാർ സംവിധാനത്തിന് ബദലായി മറ്റൊരു സംവിധാനം വരുമ്പോൾ നാളെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് സംവിധാനങ്ങൾ അറിയാം. അത് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ സർക്കാർ മേഖലയിൽ ഇതിൻ്റെ ആവശ്യമില്ല, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു, ഇത് വിട്ടു ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകും. അതിനെ തറക്കാൻ വട്ടമിട്ടുള്ളവർക്ക് നമ്മൾ അവരെ കൂടെ നിൽക്കാതിരിക്കും. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുള്ള പലരും അതിലേർപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുത. ഇത് കണ്ടെത്തി ഇവരെ ഈ സിസ്റ്റത്തിൽ പുറത്താക്കാൻ അറിയാത്തതുകൊണ്ടാണ്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങുന്നവർക്കായി വിപുലമായ പരിശീലന ക്ലാസുകളാണ് ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ഒരുക്കിയ സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹാജിമാരെ സഹായിക്കുന്നതിനായി 600ഓളം ട്രെയിനിംഗ് ഓർഗനൈസർമാർ സൗജന്യ സേവനം നൽകി വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ VR വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, മുഹമ്മദ് സക്കീർ, OV ജാഫർ, ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത്, നോഡൽ ഓഫീസർ അസൈൻ, ട്രെയിനർ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള 356 പേരും വെയിറ്റിംഗ് ലിസ്റ്റിലെ 6000 വരെയുള്ളവരും പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. CCN മലപ്പുറം.